നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. ഇന്നും ഒരു ജനറൽ റീഡിംഗ് ആയിട്ട് എടുക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടുപോയത് നോക്കാം. ഓക്കെ, അവർ വിട്ടുപോയി, അകന്നു, നിങ്ങളുടെ അടുത്ത് നിന്ന് അകന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഫുള്ളായിട്ട് എൻഡായി എന്ന് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് എന്തെങ്കിലും ചെറിയ പിണക്കം കൊണ്ടോ അല്ലെങ്കിൽ വലിയ കാര്യമായാലും അവർ നിങ്ങളുടെ അടുത്ത് അകന്ന് നിൽക്കുന്നു. സെപ്പറേഷൻ എല്ലാ സിറ്റുവേഷനും ആവാം. ഓക്കെ, ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, സംസാരം അധികം ഇല്ല, കോണ്ടാക്ട് ഇല്ല, കുറേ ആയിട്ട് കോണ്ടാക്ട് ഇല്ല, അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് കോണ്ടാക്ട് ഇല്ല, എന്തോ ആയിക്കോട്ടെ. ഒരു സെപ്പറേഷൻ ഫേസ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നത്, അകന്നു പോകുന്നത്, എന്തുകൊണ്ടാണ് വിട്ടുപോയത് എന്നൊക്കെ നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. പേജ് ഓഫ് പെൻഡിക്കിൾസ്, 10 ഓഫ് പെൻഡിക്കിൾസ്, പേജ് ഓഫ് കപ്സ്. ഇത് രണ്ടും റിവേഴ്സ് ആണ്, ഇതും റിവേഴ്സ് ആണ് ആക്ച്വലി. ഓക്കെ, 7 ഓഫ് കപ്സ് റിവേഴ്സ്, 3 ഓഫ് പെൻഡിക്കിൾസ് അഗൈൻ റിവേഴ്സ്, കിങ് ഓഫ് സോർഡ്സ് റിവേഴ്സ് ആണ്, കിങ് ഓഫ് സോർഡ്സ് റിവേഴ്സ്, 9 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്, ഇതെല്ലാം റിവേഴ്സാണ് വരുന്നത്. ഓക്കെ, എംപറർ റിവേഴ്സ്, ഹെർമിറ്റും റിവേഴ്സ് ആണ്, എല്ലാം റിവേഴ്സ് ആണ്. ആൻഡ് 8 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. ഓക്കെ, ഇവിടെ നിങ്ങളെ വിട്ടുപോയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർ കമ്മിറ്റ്മെന്റിന് തയ്യാറായിരുന്നില്ല നിങ്ങളോട്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെന്റ് അവർ തയ്യാറായിരുന്നില്ല. ചിലവർക്ക് ഒരു തേർഡ് പാർട്ടി ഇടയിലുണ്ടാവാം, എല്ലാവർക്കും അല്ല, ചിലവർക്ക്. ഓക്കെ, അവരുടെ ലൈഫിൽ വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എന്ന രീതിയിൽ പറയാം. ചിലവർക്ക് നിങ്ങളുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കുറവ് എന്ന് പറഞ്ഞാൽ പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ പേഴ്സൺ കുറച്ചുകൂടി ഐ തിങ്ക് ഒരു ഈഗോ ആയിരുന്നു അവർക്ക്. ഓക്കെ, എംപററാണ് ഇവിടെ. ഈഗോ ഉണ്ടായിരുന്നവർക്ക് ആ ഈഗോ വെച്ചിട്ട് അവരെപ്പോഴും ഒരു ഞാൻ പറയുന്നതാണ് കറക്റ്റ്, ഞാൻ പറഞ്ഞാൽ മാത്രമാണ് കറക്റ്റ്, എല്ലാം അവരുടെ രീതിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ടുണ്ടാവാം. ഓക്കെ, അവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് പക്ഷെ അവർ തന്നിട്ടില്ല നിങ്ങൾക്ക്. ഓക്കെ, ആ കാരണം കൊണ്ടാണ് ഇവിടെ ഒരു അകൽച്ച വന്നതെന്നാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടാവും, അവർ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടാവും. ബിക്കോസ് മേ ബി നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് ചോദിച്ചു കാണാം. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് ചോദിച്ചപ്പോൾ അവരത് തരാൻ തയ്യാറായിരുന്നില്ല. അവരുടെ ലൈഫിൽ വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ആ ഓപ്ഷൻസ് എന്തും ആവാം, വേറെ തേർഡ് പാർട്ടി ആവാം, വേറെ കരിയർ കാര്യങ്ങളാവാം, ചിലവർക്ക് ഫാമിലി ആവാം, അല്ലെങ്കിൽ അവർ പല കാര്യത്തിലും അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയാം. എന്തൊക്കെയോ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ആയിട്ട് നിന്ന്, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തന്ന് നിങ്ങളെ പ്രയോറിറ്റി ആക്കി ആ തരത്തിൽ അവർ സ്വീകരിക്കാൻ അവർക്ക് തയ്യാറായിരുന്നില്ല ഐ തിങ്ക്. കാരണം ഇവിടെ പേജ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് പെൻഡിക്കിൾസും പേജ് ഓഫ് കപ്സും ആണ്, രണ്ടും റിവേഴ്സും ആണ്. സോ അവർ വളരെ ഒരു ഇമ്മച്വർ നേച്ചർ ആയിരുന്നു എന്ന് പറയാം. ചിലവർ ഏജ് വൈസ് നിങ്ങളെക്കാട്ടിലും ചെറുതായിരിക്കാം, അങ്ങനെയും പറയാം. ചിലവർക്ക് അവർ വളരെ ഇമ്മച്വർ ആയിട്ടുള്ള ഒരു നേച്ചർ, ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഒരു കുട്ടികളെ പോലെ, ശരിക്കും ഒരു യങ്സ്റ്റേഴ്സിനെ പോലെ. പ്രായമൊക്കെ ഉണ്ടാവും, വയസ്സുകൊണ്ടൊക്കെ പ്രായം ഉണ്ടാവും, പക്ഷേ സ്വഭാവം വെച്ചിട്ട് അവർക്കൊരു എൻജോയ് ചെയ്ത് നടക്കണം, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇൻട്രസ്റ്റ് കുറേ ഉണ്ടാവും, കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, അവരുടെ കൂടെ നടക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നടക്കുക, അങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങളാവും. ഓക്കെ, നിങ്ങളുടെ അടുത്തും ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് അവർ നിന്നിട്ടില്ല. ഓക്കെ, അവർ വളരെ ഇമ്മച്വർ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരുന്നു, നിങ്ങളോട് കമ്മിറ്റഡ് ആയിരുന്നില്ല എന്ന് തന്നെ പറയണം. അതുകൊണ്ടാണ് അവർ വിട്ടു പോയത്. ഓക്കെ, മേ ബി നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ടാവും, കമ്മിറ്റ്മെൻറ്റ് ചോദിച്ചപ്പോൾ അവർ നിങ്ങളെ വിട്ട് പോയി എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആക്ച്വലി പറയുമ്പോൾ അവരിപ്പോൾ അത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ ചെയ്ത കാര്യങ്ങൾ അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർ ഈഗോ എല്ലാം പോയിട്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളെ ചൂസ് ചെയ്യാത്ത സമയത്ത് ഐ തിങ്ക് നിങ്ങൾ ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ ചോദിക്കുമ്പോൾ അവരുടെ ലൈഫിൽ വേറെയും പല ഓപ്ഷൻസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കതൊരു ഈഗോ ആയിരുന്നു അവരുടെ. എനിക്ക് പലതും ഉണ്ട്, എൻ്റെ കയ്യിലെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടത് എന്തും എനിക്ക് കിട്ടും, ആ രീതിക്കൊക്കെ ഉള്ള ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. ഓക്കെ, അവരെ പിന്നാലെ ഒരുപാട് ഫോളോവേഴ്സ് പറയുമ്പോൾ എന്ത് തരത്തിലും ലൈക്ക് അവർ ഫ്രണ്ട്സ് കുറേ ഉണ്ടാവും അവരുടെ കൂടെ, അല്ലെങ്കിൽ ഫാൻസ് കുറേ ഉണ്ടാവാം, കാണാൻ നല്ലതായിരിക്കും, സോ എല്ലാവരും കുറേ പേര് അവരെ പിന്നാലെ പോകുന്നുണ്ടാവും, എന്ത് തരത്തിലും. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു അഹങ്കാരം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഓക്കെ, പണം ഉണ്ടാവാം അവരുടെ കയ്യിൽ ഒരുപാട്, അതുകൊണ്ട് തന്നെ കുറേ കൂട്ടുകെട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, പക്ഷെ അതൊക്കെ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്.
ആ ഓപ്ഷൻസ് എല്ലാം വെറുതെ ആയിരുന്നു എന്ന്. ആ ഓപ്ഷൻസ് എല്ലാം ഇപ്പോൾ 7 ഓഫ് കപ്സ് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് കുറേ ഉണ്ട്, നമ്മുടെ കയ്യിൽ കുറേ കാര്യങ്ങളുണ്ട് എന്നാണ്. അതെല്ലാം തിരിഞ്ഞു. ഓക്കെ, തിരിഞ്ഞ് ഇവിടെ ബ്ലാക്ക് ഇത് കാണുന്നുണ്ടോയെന്നറിയില്ല. ഓക്കെ, ഇവിടെ എല്ലാം ഇപ്പം അവർ തിരിച്ച് കൊത്താൻ വരുന്ന ഒരു ഫീലിംഗ് ആണ്, അവരെ തിരിച്ച് ഹേർട്ട് ചെയ്യാനുള്ള. കാരണം അവരെ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച കാര്യങ്ങളായിരുന്നു. അവരെ കൂടെ ഉണ്ട് എന്ന് വിചാരിച്ചവർ അതെല്ലാം വെറും ആ ഒരു അവരുടെ നിന്ന് എന്ത് ബെനിഫിറ്റ് കിട്ടും എന്ന് നോക്കിയ ആൾക്കാരായിരുന്നു. അല്ലെങ്കിൽ അവർ എന്തിനെയാണോ ട്രസ്റ്റ് ചെയ്തത് അതിലൊന്നും കാര്യങ്ങളില്ല എന്നുള്ളത് അവർക്കിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അവർ ആ കളിച്ച് നടന്നത്, ആ ഒരു കമ്മിറ്റ്മെന്റ് തരാതെ നടന്നത്, ഒരു ഫ്ലേട്ടിംഗ് ആയിട്ടുണ്ടാവും, നിങ്ങളുടെ അടുത്ത് ഫ്ലേട്ടിംഗ് പോലെ കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, കമ്മിറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടില്ല. കാരണം അവർ എപ്പോഴും ഓപ്ഷൻസ് ഓപ്പൺ വെച്ചു, വേറെയും കാര്യങ്ങൾക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തു, പ്രയോറിറ്റി കൊടുത്തു. ഓക്കെ, ഇപ്പോൾ അവർ കമ്മിറ്റ്മെന്റ് തന്നില്ല എന്നുള്ളത് കാണുന്നുണ്ട്. ഓക്കെ, കമ്മിറ്റ്മെന്റ് നിങ്ങൾ ചോദിച്ചു കമ്മിറ്റ്മെന്റ്, പക്ഷെ അവർ തരാൻ തയ്യാറായിരുന്നില്ല. ഇത് ഫാമിലി 10 ഓഫ് പെന്റക്കിൾസ് നമ്മുടെ ഫാമിലി എന്നുള്ള രീതിയിലാണ് പറയുക. ഓൾറെഡി നിങ്ങൾ മാരീഡ് ആണെങ്കിൽ പോലും ഓക്കെ, അവർ ശരിക്കും ആ മെച്ചുവേർഡായിട്ട് ആ ഒരു ഫാമിലി സിറ്റുവേഷൻ അവർ മനസ്സിലാക്കി ഹാൻഡിൽ ചെയ്യുക അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല അവർ. ഓക്കെ, ശരിക്കും ഒരു വേണ്ട പോലെ ചെയ്തിട്ടില്ല. ഹസ്ബൻഡോ വൈഫോ എന്തോ ആയിക്കോട്ടെ, അവർ ആ റെസ്പോൺസിബിലിറ്റി കറക്റ്റായി ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാം. ഇപ്പോൾ പക്ഷെ അവർ എല്ലാം ഈഗോ ഒക്കെ പോയി അവരുടെ. ഓക്കെ, അവർക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെന്തിനാണോ ട്രസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ അവരെന്തിലായിരുന്നോ ഇൻട്രസ്റ്റ് കൂടുതൽ കാണിച്ചത്, അതെല്ലാം അവരെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥ പകർത്തിയിട്ടുണ്ട്. കിങ് ഓഫ് സോർഡ്സ് അവർ നിങ്ങളുടെ അടുത്ത് ഫൈറ്റ് ചെയ്തൊക്കെ നിന്നിട്ടുണ്ട്, നിങ്ങളോട് എന്താ പറയുക, നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചു, നിങ്ങളോട് പറഞ്ഞു എന്നിട്ട് അവർ പറയുന്ന മാത്രമാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് ക്ഷണിച്ചു നിന്നുണ്ടാവും. ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടു അവർക്ക്. ഓക്കെ, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ് കാണുന്നത് ഇവിടെ. ഓക്കെ, ആൻഡ് 3 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ്. സോ ബിസിനസ് കാര്യങ്ങളിൽ ലോസ് വന്നിട്ടുണ്ടാവാം, ഫ്രണ്ട്സോ ആൾക്കാരോ ചതിച്ചിട്ടുണ്ടാവാം, ബിസിനസ് പാർട്ട്ണർ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ പലതും ഐ തിങ്ക് അവരുടെ ലൈഫിൽ ഇപ്പോൾ റോങ് ആണ് നടക്കുന്നത്. ഓക്കെ, അവർ പ്രതീക്ഷിച്ച ഒരു ലൈഫ് അവർ വിചാരിച്ചു അവർക്ക് വേറെ എന്തൊക്കെയോ സന്തോഷങ്ങൾ കിട്ടുമെന്ന് അവർ വിചാരിച്ചു, പക്ഷെ അതൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം അവർക്കെല്ലാം ഒരു നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം എംപറർ റിവേഴ്സ് ആണ്. എങ്ങനെ ഇരിക്കേണ്ട ആള് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഒന്നുമില്ല, നഷ്ടപ്പെട്ട് ഇങ്ങനെ ഇതായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ വരാൻ പോലും ഇപ്പോൾ സാധിക്കില്ല. ഹെർമിറ്റ് റിവേഴ്സ് ആണ്. ഓക്കെ, ഇത് ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓക്കെ സെപ്പറേഷൻ എന്നൊക്കെ പറയും, പക്ഷെ അപ്പോഴും നമ്മൾ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുക, ഒരു ചിന്തിക്കുക എന്നൊക്കെ പറയാം. പക്ഷെ ഇവിടെ അതുപോലും ഇല്ല. അവരെല്ലാം അങ്ങനെ ഹൈഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, ഒളിഞ്ഞിരിക്കാനാണ് ഇപ്പം ശ്രമിക്കുന്നത്. അവർ നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള ഒരു ഇതുപോലും കിട്ടുന്നില്ല. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ 8 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. 8 ഓഫ് കപ്സ് തന്നെ വിട്ടുപോകാനാണ്, പക്ഷെ റിവേഴ്സ് പറയുമ്പോൾ തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ചു വരാൻ അവർ വരണം എന്നുണ്ട് അവർക്ക്, പക്ഷെ അവർ എന്ത് മുഖം വെച്ച് വരും, എന്ത് ഫേസ് വെച്ച് വരും. ഓക്കെ, അവരിപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി നിങ്ങൾ അവരെ സ്വീകരിക്കുമോ എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യൻ. 10 ഓഫ് കപ്സ് ഇവിടെ റിവേഴ്സ് ആണ്. സന്തോഷങ്ങൾ എല്ലാം കുറേ റിവേഴ്സ് ആണ് വരുന്നത്. നൈറ്റ് ഓഫ് വാൻസ് റിവേഴ്സ് ആണ്. സോ ഇവിടെ ഐ തിങ്ക് അവർക്ക് എല്ലാം എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ലൈഫിൽ അവർ പലതും തിരിച്ചറിയുന്നുണ്ട്, ചില കാര്യങ്ങൾ അവർ തിരിച്ചറിയുന്നുണ്ട്. അവർ നിങ്ങളെ വിട്ടുപോയത് എന്തൊക്കെ കാരണം കൊണ്ടാണോ അവർ നിങ്ങളെ വിട്ടുപോയത്, ഇപ്പം അതേ കാര്യങ്ങൾ അവരെ തിരിച്ച് വേദനിപ്പിക്കുന്ന ഒരവസ്ഥയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവർ വിട്ടുപോയത് തേർഡ് പാർട്ടി ആവാം, ചിലവർക്ക് വേറെ അവരുടെ ലൈഫിൽ ഓപ്ഷൻ ഉണ്ടായെന്ന് പറയാം, ചിലവർക്ക് മെച്യൂരിറ്റി ഇല്ല എന്ന് പറയാം, കമ്മിറ്റ്മെന്റ് തന്നില്ല എന്ന് പറയാം. ആ തരത്തിലൊക്കെയാണ്. എവിടെയോ ശരിക്കും പറഞ്ഞാൽ അവർ വിചാരിച്ചു അവർക്ക് എന്തൊക്കെയോ സന്തോഷങ്ങൾ വേറെ എവിടേക്കോ കിട്ടുമെന്ന് അവർ വിചാരിച്ചു, പക്ഷെ പ്രതീക്ഷ പോലെയൊന്നും ഇല്ല. ഓക്കെ, ഇതിൻ്റെ ഫ്യൂച്ചർ കൂടി നമുക്ക് എന്തെങ്കിലും അറിയാൻ ശ്രമിക്കാം. യൂണിവേഴ്സ് എന്താ പറയുന്നത്, അവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുമോ, നിങ്ങളെ ഫേസ് ചെയ്യാൻ കൂടി അവർക്ക് പറ്റില്ല. ആ അവസ്ഥയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വാഗ്ദാനം തന്നിട്ട് അത് കീപ്പ് ചെയ്തില്ല. കാരണം അവർ മെച്യൂർഡ് ആയിരുന്നില്ല. അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു നല്ല ലെവലിൽ കൊണ്ടുപോകാനുള്ള ഒരു മെച്യൂരിറ്റി അവർക്ക് കാണുന്നില്ല അവിടെ. ഓക്കെ, ആൻഡ് ഹാങ്മാൻ അഗൈൻ റിവേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, ഫ്യൂച്ചറിലേക്ക് ഹാങ്മാൻ അപ്രൈറ്റ് ആണ്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ്, 6 ഓഫ് കപ്സ്. ഓക്കെ, ആക്ച്വൽ ആണ് ഇവിടെ, അപ്രൈറ്റ് ആണ്. 3 ഓഫ് സോർഡ്സ് റിവേഴ്സ് ആണ്. വെരി ഗുഡ്. ഓക്കെ, 3 ഓഫ് വാൻസ്. ഓക്കെ, ഗുഡ്. ഫൈനലി ഓക്കെ, ക്വീൻ ഓഫ് സോർഡ്സ് റിവേഴ്സ്. ഓക്കെ, അവർ നിങ്ങളുമായിട്ടുള്ള ഫൈറ്റ് അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ആൻഡ് നൈറ്റ് ഓഫ് പെന്റക്കിൾസ്. കമ്മിറ്റ്മെന്റ് തരാൻ ഇപ്പോഴും ആയിട്ടില്ല, പക്ഷെ അവർ ചിന്തിക്കുന്നുണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അവർ ആ രീതിക്ക് ഒന്ന് ചിലവർക്ക് വേറെ തേർഡ് പാർട്ടിയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ആവാം. ഓക്കെ, തേർഡ് പാർട്ടി തടസ്സമുണ്ടെന്ന് പറയാം.
തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അത് പാരൻസോ അങ്ങനെ ആരെങ്കിലും ആവാം. എന്തായാലും അവരുടെ ലൈഫിൽ ഓക്കെ ഇപ്പോൾ അവർ ഹാങ്മാൻ റിവേഴ്സ് ആണത്, അല്ല ഹാങ്മാൻ അപ്പർ കറക്റ്റ് ആണത്. ഓക്കെ, അവർ സ്റ്റക്കാണ് ഇപ്പോൾ, ചില സിറ്റുവേഷനിൽ അവർ സ്റ്റക്കാണ്. ഓക്കെ, കാരണം ഒന്ന് അവരുടെ തോട്ട്സിൽ എന്ന് തന്നെ പറയാം, കാരണം അവർ അത്രത്തോളം അവർ നിങ്ങളെ വേണ്ടാത്ത ചെയ്തിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെതായ ഒരു ബാഡ് കർമ്മ ഇപ്പം അവർ അനുഭവിക്കുന്ന ഒരു സമയമാണ്. വീൽ ഓഫ് ഫോർച്യൂൺ നമ്മൾ അപ്പറായിട്ട് പറയുമ്പോൾ ശരിക്കും നല്ല സമയം വരുന്നു എന്ന് പറയും, സമയം മാറി വരുന്നു, ബെറ്റർ ആവുന്നു എന്നൊക്കെ പറയും നമ്മൾ അവരുടെ ലൈഫിൽ. പക്ഷെ ഇപ്പം അവരെങ്ങനെ ഹാപ്പി ആയിരുന്നു അപ്പം അതെല്ലാം തിരിഞ്ഞ് അവർക്ക് ഇപ്പോൾ ഒരു ബാഡ് ഫേസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബാഡ് കർമ്മ അനുഭവിക്കുന്ന ഒരു സമയമായിട്ടാണ് എനിക്ക് കാണുന്നത്. അവർ ചെയ്ത കർമ്മകളുടെ ഫലം ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് അവർ. ഓക്കെ, ഇപ്പോൾ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ആ മിസ്സിങ് എനർജി ഉണ്ട് ഇപ്പോൾ അവർക്ക്. ഇപ്പോഴാണ് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. അവർക്ക് എല്ലാം നഷ്ടമായപ്പോൾ, എല്ലാം ഈഗോ വരെ നഷ്ടമായി, അവർക്ക് പണം നഷ്ടമായിട്ടുണ്ടാവും, ബിസിനസ് ലോസ് വന്നിട്ടുണ്ടാവാം, ഫ്രണ്ട്സിനെ നഷ്ടപ്പെട്ടു, കൂടെ നിൽക്കുന്നവരെ നഷ്ടപ്പെട്ടു, എല്ലാം അവർക്ക് ട്രസ്റ്റ് നഷ്ടപ്പെട്ടു. എല്ലാം ആയപ്പോഴാണ് ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് 3 of Swords റിവേഴ്സ് ഉണ്ട്. അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്ന് ഓക്കെ ഒരു കാര്യങ്ങളെ ഒന്ന് പറഞ്ഞ് സോൾവ് ചെയ്ത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടാണ് പോയത്. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ച് പോയത്, ആ വേദന ഒന്ന് മാറ്റാൻ അവർക്ക് മുന്നോട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട്. 3 of Wands പറയുമ്പോൾ നമ്മൾ പ്ലാനിങ് എന്ന രീതിയിൽ പറയും, മുന്നോട്ട് വന്ന് നമ്മൾ മുന്നോട്ട് എന്താ ചെയ്യേണ്ടത് എന്നാലോചിച്ച് ഒരു പ്ലാനിങ് ചെയ്യുന്ന കാര്യമായിട്ട് അവരിപ്പോൾ ആലോചിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഹാർട്ട് ബ്രേക്ക് ഒന്ന് പുറത്ത് വരിക, എങ്ങനെയാണ് കാര്യങ്ങളെ ഒന്ന് ബെറ്റർ ആക്കുക, നിങ്ങളുമായിട്ട് സിറ്റുവേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുക, എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്ത് ഇനിയിപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്ന രീതിക്കൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, സിറ്റുവേഷൻ ഇപ്പോൾ അവർ പക്ഷേ ഈ കാർഡ് വളരെ കൃത്യമായിട്ട് അവരിപ്പോൾ ബാഡ് കർമ്മ അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. അവർ ചെയ്ത തെറ്റുകളുടെ കർമ്മ ഇപ്പോൾ അവർ അനുഭവിക്കുന്ന സമയമാണ്. ഇപ്പോൾ അവർ നിങ്ങളെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവരനുഭവിക്കുന്ന പക്ഷേ നിങ്ങൾ അങ്ങോട്ട് ഓടിപ്പോകരുതേ, നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് വലിയ സഹതാപം കാണിച്ച് പോകണ്ട. ഓക്കെ, ഉണ്ടാതിരിക്കുക. അവർ വരുമ്പോൾ നമുക്ക് അപ്പം നോക്കാം. ഇപ്പം ഞാൻ തൽക്കാലം അതിൻ്റെ നെക്സ്റ്റ് ഇത് എടുക്കുന്നില്ല. അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ അവർ ആലോചിക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച്. ഓക്കെ, നിങ്ങൾക്കുള്ള അഡ്വൈസ് യൂണിവേഴ്സ് എന്താ പറയുന്നത്? യൂണിവേഴ്സ് നിങ്ങളോട് ഇപ്പം എന്താ പറയുന്നത് നോക്കാം. ദ വാൾ ഒബ്സ്റ്റക്കിൾസ്, gathering around the power of community, wood wives adaptability, whale song resonating, cosmic womb, the divine feminine, lay of the land, ancestral wisdom. ഓക്കെ, പോട്ടെ. ഇതിവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് പല കാര്യങ്ങളും സിങ്ക്രോണിസിറ്റീസ് കാണുന്നുണ്ടാവാം, സയൻസ് കിട്ടുന്നുണ്ടാവാം യൂണിവേഴ്സിൽ നിന്ന്. ദറ്റ് ആ പേഴ്സൺ ഇങ്ങനത്തെ കാര്യങ്ങൾ ഗോ ത്രൂ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ഇൻറ്റ്യൂഷൻ വെച്ച് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ചില സയൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ആ പേഴ്സൺ എന്തോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, അവരെന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ തിരിച്ചു വരാൻ എല്ലാം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടേക്കോ മനസ്സിലാവും ഇൻറ്റ്യൂഷൻ വെച്ചിട്ട്. അത് മാത്രമല്ല നിങ്ങൾക്ക് ഒരു ചില സൈൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ പേഴ്സൺ എന്നെക്കുറിച്ച് ആലോചിക്കുന്നത് കൊണ്ടാണ് എനിക്ക് സൈൻ കാണുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, ഇതിവിടെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് എന്നാണ് കാണുന്നത്. അവർ ചില ഒബ്സ്റ്റക്കിൾസ് ഓവർകം ചെയ്യേണ്ടതുണ്ട് അവരുടെ ലൈഫിൽ. ഞാൻ പറഞ്ഞല്ലോ അവർ കുറേ കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അത് അനുഭവിക്കാനുള്ളതാണ് അവർ. അതിനെ അവർ ഓവർകം ചെയ്ത് വരാൻ അവരായിട്ട് ചെയ്യട്ടെ. ഓക്കെ, നിങ്ങളൊന്നും സഹായിക്കാൻ പോകുമൊന്നും വേണ്ട. ഇപ്പോൾ കുറച്ച് ഒബ്സ്റ്റക്കിൾ ഉണ്ട് നിങ്ങളുടെ ഇടയിൽ, അത് ക്ലിയർ ആയി വരട്ടെ. അത് പവർ ഓഫ് കമ്മ്യൂണിറ്റി നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുണ്ടാവും. ഓക്കെ, അവരുടെ കൂടെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ബെറ്റർ ആക്കാനും നിങ്ങൾ ശ്രമിക്കാം. ഓക്കെ, അഡാപ്റ്റബിലിറ്റി ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ ഐ തിങ്ക് ഇത് നിങ്ങൾ അഡ്ജസ്റ്റ് ആയി, ദാറ്റ് ഇപ്പോൾ അവർ വിട്ടുപോയി അല്ലെങ്കിൽ അങ്ങനെ പോയി, നിങ്ങൾ ഐ തിങ്ക് ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ ആക്സെപ്റ്റ് ചെയ്ത പോലെ. ഓക്കെ, ഇത് കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി നിങ്ങളുടെ ലൈഫിനെ. ഓക്കെ, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ബെറ്റർ ആക്കാൻ ശ്രമിച്ചു തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നല്ല കാര്യമാണ്. ഓക്കെ, ആൻഡ് റെസനേറ്റിംഗ് ഞാൻ പറഞ്ഞു ഓൾറെഡി. എവിടെയോ നിങ്ങൾ തമ്മിൽ സോൾ കണക്ഷൻ ആണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ സയൻസ് ഒക്കെ കിട്ടുന്നത്. പക്ഷെ അവർ പഠിക്കേണ്ട പക്ഷെ ഇപ്പോൾ നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പിന് പറ്റിയൊരു വ്യക്തിയല്ല അത് ഇപ്പോൾ. ഓക്കെ, അവർക്ക് മാറ്റം വരാനുണ്ട്, അവർ ചില കാര്യങ്ങൾ മാറ്റാനുണ്ട്, അവർ ചിലത് പഠിക്കാനുണ്ട്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കേണ്ടതുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ ലൈഫിൽ അവർ ചിലത് ഉപേക്ഷിക്കാനും അവരുടെ ലൈഫിൽ വേണ്ടാത്തൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനും ഒക്കെ കുറേ കാര്യങ്ങളുണ്ട് അവർ ചെയ്യാൻ. അതവർ ചെയ്യട്ടെ. ഓക്കെ, നിങ്ങളത് വിട്ടുകൊടുക്കുക. കോസ്മിക് വൂം, ഡിവൈൻ ഫെമിനൈൻ, നിങ്ങൾ നിങ്ങളുടെ ഡിവൈൻ ഫെമിനൈൻ മാസ്കുലിൻ ആവാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പവറിൽ നിൽക്കാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പവറിൽ വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾ അവനവനിൽ മേലെ മാത്രം വർക്ക് ചെയ്യുക, നിങ്ങളുടെ സെൽഫ് വാല്യൂ ചെയ്യുക, സെൽഫ് വാല്യൂ മനസ്സിലാക്കുക, ആ സെൽഫ് വർത്ത് മനസ്സിലാക്കി നിങ്ങൾ നിൽക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിനെ ബെറ്റർ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവരവരുടെ കാര്യം അവർ ചെയ്യട്ടെ. ഓക്കെ,
കേസ് നമ്പേഴ്സ് ഇവിടെ 56, 26, 64, 61, 6. ഇത് 11 ആണ്. 11 അല്ലെങ്കിൽ 2 എന്ന് പറയാം. 11 ചിലപ്പോൾ നമ്മൾ നമ്പേഴ്സ് റെസനേറ്റിംഗ് മേ ബി. 26 അപ്പോൾ 8, 64, 10 അല്ലെങ്കിൽ 1, 61 ഇവിടെ ഉണ്ട്. ഓക്കെ, 7 ഇവിടെ ഒരു 6 ഉണ്ട്. 6, 6, 6, 6, 6. എല്ലാത്തിലും ഓരോ 6 ഉണ്ട്. ഓക്കെ, 6 നമ്പർ ഓഫ് വീനസ് ആണ്. വീനസ് പറയുമ്പോൾ നമ്മൾ ലവ് ആണ്, റിലേഷൻഷിപ്സ് ആണ്, സ്നേഹം എന്ന രീതിക്കാണ് പറയാം. ഓക്കെ, സോ 6ൻ്റെ ഒരുപാട് റെസനേറ്റിംഗ് നമ്പേഴ്സ് ഇവിടെ ഉണ്ട്. സോ മേ ബി നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം വരും, കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മേലെ വർക്ക് ചെയ്യുക, അവരെ മേലെ വർക്ക് ചെയ്യുക, നിങ്ങൾ വിട്ടേക്കുക. ഓക്കെ, അവർ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ സമയം അവർക്ക് അതിനാവശ്യമാണ് അവർ ചില ലെസൺസ് പഠിക്കാൻ. സോ അത് വിട്ടുകൊടുത്തേക്കുക. നിങ്ങൾ നിങ്ങളുടെ മേലെ മാത്രം വർക്ക് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ബെറ്റർ ആവാൻ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക, നല്ലോണം ആക്റ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ടാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.